സ്ത്രീകളെ കുറിച്ച് തന്നെ. ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിലുണ്ടാവും. നമ്മളൊക്കെ നമ്മുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ നമ്മളെ മറക്കാൻ അനുവദിച്ചു കൊടുക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ്. ഉദാഹരണത്തിന് പാരൻഹുഡ്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു നിമിഷം മുതൽ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ പ്രയോറിറ്റീസും ഒക്കെ മാറുകയാണ്. നമ്മുടെ ലോകം മുഴുവൻ അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോകം അവരിലേക്ക് ചുരുങ്ങുകയാണ്. ജീവിതത്തിൻ്റെ ആ ഒഴുക്കിൽ അതൊക്കെ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പോവും. ഒരു ബിസി സ്കെഡ്യൂൾ ആണെങ്കിലും അതൊക്കെ അതിൻ്റെ താളത്തിന് അങ്ങനെ അങ്ങ് പോവും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ബ്രേക്ക് വരും. ഒന്നല്ലെങ്കിൽ അവർ സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു സമയം, അതല്ല എന്നുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഫാമിലി എമർജൻസി വന്നു. അങ്ങനെ നാട്ടിൽ പോകേണ്ടി വന്നു, എനിക്ക് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. അതായത് കുഞ്ഞുങ്ങളെ നാട്ടിൽ നിർത്തിയിട്ട് എനിക്ക് തിരിച്ച് തന്നെ പോരേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ, അത്രയും നാൾ കഴിഞ്ഞൊരു 4 വർഷം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ബിസി എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, വീട്ടിൽ വന്നാൽ കുഞ്ഞുങ്ങളായിട്ട് പുറത്ത് പോകുന്നു, പാർക്കിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഇനി ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്നാലും അവിടുന്ന് അമ്മേ ഇവിടുന്ന് അമ്മേ എന്നുള്ള വിളി, മേതേക്കടെ കയറി ചാടി മറിഞ്ഞ് ഭയങ്കര ബിസി ആയിരുന്നു. ഒരു ദിവസം പോലും നമുക്കങ്ങനെ ഒരു മീ ടൈം എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ അതിലൊന്നും വലിയ സങ്കടവും ഇല്ല, ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ തിരിച്ചു വന്ന ജൂലൈ 5-ാം തീയതിയാണ്. തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നി. ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുമാതിരി വൃത്തികെട്ട ഒറ്റപ്പെടല്. നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരാഴ്ച ഞാൻ ഓരോ രാത്രി ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് പണ്ടാരടങ്ങി കരഞ്ഞു, എന്താ പറയുക ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അതങ്ങനെ അങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞ് പോർത്തു. ഇതിങ്ങനെ പോയാൽ ഈ പോക്ക് അത്ര ശരിയായുള്ള ഒരു പോക്കല്ല, നേരെയുള്ളൊരു ട്രാക്കിൽ കൂടെ അല്ല എൻ്റെ പോക്ക് എന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾ ചോദിക്കും, നിനക്ക് മാത്രം കുഞ്ഞുങ്ങളുള്ളൂ? നാട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട് ജോലി ചെയ്യുന്നവർ, കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇപ്പം മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന നഴ്സുമാർ കുഞ്ഞുങ്ങളുണ്ടായി 3 മാസമൊക്കെ കഴിയുമ്പോൾ മുതൽ ജോലിക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, എന്ത് കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. നമുക്കറിയാം ആരും അങ്ങനെ ഇഷ്ടത്തോടു കൂടിയല്ല അവരവരുടെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്നത്, അല്ലേ? അവർക്കൊക്കെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണ്, അതൊക്കെ മനസ്സിലാവും. പക്ഷെ എന്ത് കാര്യവും മനുഷ്യ അങ്ങനെയാണല്ലോ, എന്ത് കാര്യവും നമുക്ക് പേഴ്സണലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെയൊക്കെ ആ ഒരു തീവ്രത മനസ്സിലാവുന്നത്. അപ്പം ഇപ്പോഴാണ് എനിക്കതിൻ്റെ അത്രത്തോളം വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ അത്രത്തോളം ഭയങ്കര ഒരു വേഴ്സ് സിറ്റുവേഷൻ ആണിതെന്ന് മനസ്സിലായി തുടങ്ങിയത്. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ അല്ലെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോഴൊരു എസ് അല്ലെങ്കിൽ ഒരു നോ പറയേണ്ടി വരും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കും, അല്ലേ? അതൊന്നും നമുക്ക് ചിലപ്പോൾ മാറ്റാനും പറ്റില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന ഒരാഴ്ച നോക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ ഡിപ്രഷൻ അടിച്ച ഒരാഴ്ച കരഞ്ഞ് എൻ്റെ പീസ് ഓഫ് മൈൻഡ് കളഞ്ഞ് ഹെൽത്ത് കളഞ്ഞ് ഇവിടെ കിടന്നു എന്നുള്ളതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല. അതിപ്പം എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡിനെ ഹീൽ ചെയ്യാനായിട്ട് ആ ഒരാഴ്ച ഞാൻ എടുത്തു എന്ന് അങ്ങനെയും നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും നമുക്കൊരു ചോയ്സ് ഉണ്ട് ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാമെന്നുള്ളത്. ഒരാഴ്ചയൊക്കെ ഓക്കെ, നോർമൽ പാർട്ട് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. പക്ഷെ അതിനെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നതിലാണ് നമ്മുടെ ബാക്കിയുള്ള ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഞാൻ ഡിപ്രഷനായിട്ട് എന്താ കാര്യം, എനിക്കതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈം ഫ്രെയിമിലേക്കെങ്കിലും, അല്ലെ കുറച്ച് മാസത്തേക്കെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ഒരു പീസ് ഓഫ് മൈൻഡോട് കൂടി ഇരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എവിടെയൊക്കെയോ വെച്ച് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ട ആ ഒരു സമയം ഉണ്ടാവും ഓൾമോസ്റ്റ് എല്ലാവർക്കും. ജീവിതത്തിൻ്റെ ഓരോ പ്രാരാബ്ധത്തിൻ്റെ ഇടയ്ക്കും അല്ല തിരക്കുകളിലൊക്കെ പെട്ട് എവിടെയൊക്കെയോ നമ്മൾ നമ്മുടെ പാഷൻ അല്ലെ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ അറിയാതെ മറന്നുപോയ ആ ഒരു സ്റ്റേജ് ഉണ്ടാവും. അവിടെയൊക്കെ വരെ ഒന്നുകൂടെ ഒന്ന് ചെന്ന് നോക്കി നമ്മളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച് കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവായിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇപ്പം അതിനകത്ത് പൂച്ച വിട്ടെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എല്ലാവർക്കും കാണാം അവരവരുടെ കൊച്ചു കൊച്ചിഷ്ടങ്ങളും ഹോബീസും പാഷനും ഒക്കെ. നമ്മളൊക്കെ ചില പോയിന്റിൽ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ തിരക്കുകളുടെ ഇടയ്ക്കൊക്കെ വേണ്ടെന്ന് വെച്ചതല്ല, മനഃപൂർവ്വം അതിനെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിൽ അതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വന്നതായിരിക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കി അതൊക്കെ ഒന്ന് പൊടി തെറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്.
നമ്മളെ തന്നെ എന്താ പറയുക ഒരു റിക്കവറി സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊക്കെ റീകോപ്പ് ചെയ്ത് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണാം. വിഷമിച്ചിരുന്ന വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടാവും ഇങ്ങനെ വിഷമിക്കുന്നവർ കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പിന്നെ വേറെ ചിലരുണ്ടാവും. ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ മാസങ്ങളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എടുക്കാം, നാളെ എടുക്കാം, അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇന്ന് തന്നെ എന്ത് വന്നാലും വിട്ടിട്ട് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് ടയേർഡായിട്ടൊക്കെ വന്നതാണേ. എൻ്റെ മുടിയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. നമ്മൾ ടയേർഡൊക്കെ ആയിട്ട് വന്നതാണ്. എന്നാലും ഇന്ന് എന്ത് വന്നാലും വേണ്ടില്ല, ഈ ഒരു വീഡിയോ എടുത്തിട്ടേ ഞാൻ ബാക്കി കാര്യം ഉള്ളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തൊരു വീഡിയോ ആണിന്ന്. അതുപോലെ തന്നെ ഈ ഒരു മൊമെന്റ് ഇപ്പം ചെയ്തു, നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് ആരും ഈ ഒരു സ്റ്റേജിലുള്ള അമ്മമാരോടെ ഞാൻ പറയുന്ന ആരും വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പണ്ടൊക്കെ നമ്മളോട് ചോദിച്ചാൽ പറയും നമ്മുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകളുടെ എത്ര പേരുണ്ട് അല്ലെങ്കിൽ ആ ലിസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചത് നമ്മളിത് ഇത്ര ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഒരു 30s ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും ഉള്ള നീളത്തിൽ നിന്ന് നമ്മുടെ ആ ഒരു ലിസ്റ്റിലെ ഇത്രയും കുഞ്ഞ് ഏരിയയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന അല്ലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് നമ്മളെ സ്നേഹിച്ചാലേ നമ്മൾ സ്നേഹിക്കുന്നവരെ നന്നായിട്ട് സ്നേഹിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതാ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതിനിപ്പം സെൽഫ് കെയർ എന്താ പറയുക, ഞാനതിന് പറയാൻ ആഗ്രഹിക്കുന്ന സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ അതിന് നിങ്ങൾ വേളിപ്പം സെൽഫിഷ്നെസ് എന്നൊക്കെ പറയുമായിരിക്കാം. അതൊക്കെ അങ്ങനെ പോട്ടെ, ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത്. വേറെ ഒന്നും നോക്കണ്ടെന്നേ. ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പില്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തനിയെ വന്നോളും. ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല. ഈ കൊച്ചു ഇംപെർഫെക്ഷൻസ് ഒക്കെ എല്ലാം കൂടുന്ന ഒരു നമ്മളാണ് പെർഫെക്റ്റ്ലി ഉള്ള നമ്മൾ. അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട. ഇഷ്ടമുള്ള എന്താണോ എന്തെങ്കിലും ഒരു കാര്യം അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മളൊരു 15 days ചാലഞ്ച് തുടങ്ങുകയാണ്. വേറൊന്നുമല്ല, ഫോക്കസ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും പീസ് ഓഫ് മൈൻഡാണ്. എൻ്റെ ഫോക്കസ് പീസ് ഓഫ് മൈൻഡാണ് ഇപ്പം. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വരുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഒരു പീസ് ഓഫ് മൈൻഡാണ് എൻ്റെ ഫോക്കസ്. ആദ്യം ഒരു 30 days ചലഞ്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന എനിക്കായതുകൊണ്ട് അത് അത്രയും ദിവസം പോകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളതൊരു 15 daysലേക്ക് നോക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഒന്നുകൂടെ പറയുന്നു, പീസ് ഓഫ് മൈൻഡാണ്. അതിനകത്ത് എല്ലാം ഇൻക്ലൂഡിങ് ആണ്. ഡയറ്റും എക്സസൈസ്. ഡയറ്റ് നമുക്കറിയാം, അതെല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേറൊരാളുടെ ഡയറ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു 15 days ചലഞ്ചാണ്. കൂടെ കൂടുന്നവരൊക്കെ കൂടിക്കോ. അപ്പം നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നാളെ മുതൽ എന്ന് പറയാൻ കാരണം, ഇന്ന് ഈ വീഡിയോ എന്ത് വന്നാലും ഈ വീഡിയോ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഗോള്. അതുകൊണ്ട് നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.